ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ചാറ്റ് ജിപിടിയെ കൊന്നുകൊണ്ട് ഗൂഗിൾ എഐൻ്റെ ഗൂഗിൾ ജെമിനി വന്നു. അപ്പോൾ എന്താണ് ഗൂഗിൾ ജെമിനി എന്നും ഈ ഗൂഗിൾ ജെമിനി നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുമാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൂഗിളിൻ്റെ ഗൂഗിൾ ജെമിനി എ എന്താണെന്ന് വെച്ചാൽ അത് ചാറ്റ് ജിപിടിയെ പോലുള്ളൊരു AI ചാറ്റ് ബോട്ടാണ്. നമ്മളൊരു മനുഷ്യനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്ന പോലെ ഈ ഗൂഗിൾ ജെമിനി എയിൽ നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും സഹായങ്ങൾക്കോ വേണ്ടി ഗൂഗിൾ ജെമിനി എയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ AI നമുക്ക് ഉത്തരം തരും. ഇനി ഗൂഗിൾ ജെമിനി എ നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായി ഗൂഗിൾ ജെമിനി എയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ താഴെ കാണുന്ന സ്വിച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റിൽ നിന്ന് ഗൂഗിൾ ജെമിനിയിലേക്ക് മാറും. തുടർന്ന് വരുന്ന പേജിൽ ജെമിനി എയുടെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ യൂസ് ജെമിനി എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതിലിവിടെ ഗൂഗിൾ ജെമിനി ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ താഴെ കാണുന്ന വോയിസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഗൂഗിൾ ജെമിനി എയുമായിട്ട് സംസാരിക്കാം. ഞാനിവിടെ താഴെ കാണുന്ന വോയിസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുമായിട്ട് സംസാരിക്കുകയാണ്. ഹലോ ജെമിനി എ, ഹൗ ആർ യു? അപ്പോൾ ഇതിവിടെ ടെക്സ്റ്റ് ആയിട്ട് സെൻഡ് ആയി പോയിട്ടുണ്ട്. അതിനുള്ള മറുപടി ഇപ്പോൾ വോയിസ് ആയിട്ട് തരും. I'm doing well. Thanks for asking. I'm always learning and improving, and I'm excited to see what new information I can access and process today. How can I help you? കണ്ടോ, ഇതേപോലെ ഗൂഗിൾ ജെമിനി നമ്മളുമായിട്ട് സംസാരിക്കും. അടുത്ത ഇതിലിവിടെ താഴെ ടൈപ്പ് ബാറിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ ഒരു കാര്യം ചോദിക്കുകയാണ്. ഹൗ ടു ക്രിയേറ്റ് എ ബയോഡാറ്റ? എങ്ങനെയാണ് ഒരു ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതിവിടെ സെൻഡ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് അപ്പം തന്നെ അതിന് റീപ്ലൈ ആയിട്ട് നമുക്കിതിനുള്ള ഉത്തരം ഈ ഗൂഗിൾ ജെമിനി അയച്ചു തരുന്നതാണ്. എങ്ങനെയാണ് ഒരു ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് ഇതുപോലെ ഗൂഗിൾ ജെമിനി നമുക്ക് പെട്ടെന്ന് അയച്ചു തരും. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റ് പോലെ അതിനേക്കാൾ കൂടുതൽ ഫീച്ചറൊക്കെ ആയിട്ട് നമുക്ക് ഈ ഗൂഗിൾ ജെമിനി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ ജെമിനിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഇതിന് സെൻഡ് ചെയ്യാം. അതോടൊപ്പം അതിൻ്റെ അടിയിൽ ഗൂഗിളിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കണ്ടന്റുകൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാനും സാധിക്കും. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഷെയർ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു കണ്ടന്റ് നമുക്ക് ഷെയർ ചെയ്യേണ്ട ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സാധിക്കും. അതിൻ്റെ ഇപ്പുറം കോപ്പി എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് കോപ്പി ചെയ്യാം. അതിൻ്റെ ഇപ്പുറം സൈഡിൽ ഒരു 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സ്പോർട്ടഡ് ഡോക്യുമെന്റ്, ഡ്രാഫ്റ്റ് ഇൻ ജിമെയിൽ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഫീച്ചറൊക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്തത് എനിക്കിവിടെ ഗൂഗിൾ ജെമിനി എയിൽ നിന്നൊരു സഹായം ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈപ്പ് ബാറിൽ ഒരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് ഞാനിവിടെ ചോദിക്കുകയാണ്. ഐ വിൽ സെൻഡ് യു എ കണ്ടന്റ് ദാറ്റ് ഷുഡ് ബി സെൻഡ് എ ഡിഫറെൻറ്റ് കണ്ടന്റ്. നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഞാനിവിടെ സെൻഡ് ചെയ്തു. അതായത് ഞാനൊരു കണ്ടന്റ് അയച്ചു തരാം, അത് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് മാറ്റി അയച്ചു തരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള റീപ്ലൈ ഉത്തരം ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടും ആ കണ്ടന്റ് മാറ്റി അയച്ചു തരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു വെബ്സൈറ്റിൽ നിന്ന് ഒരു കണ്ടന്റ് ഞാൻ കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഗൂഗിൾ ജെമിനിയിൽ വന്നിട്ട് ടൈപ്പ് ബാറിൽ അത് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് ചെയ്യുന്നു. അന്നേരം ഈ ഗൂഗിൾ ജെമിനി അത് മാറ്റം വരുത്തിയിട്ട് ഡിഫറെൻ്റ് ആക്കിയിട്ട് ആ ഒരു കണ്ടന്റ് ഇവിടെ നല്ല പ്രൊഫഷണൽ ആയിട്ട് ആ ഒരു കണ്ടന്റ് ഇവിടെ എഴുതിയിട്ട് അയച്ചു തരും. നോക്കി, ആ ഒരു കണ്ടന്റ് ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. ഇത് വെബ്സൈറ്റ് ഉള്ളവർക്ക് വേറെ വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു ടെക്സ്റ്റ് കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് നമുക്കത് ഡിഫറെൻ്റ് ആയിട്ട് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുന്ന വർക്കാണ് ഗൂഗിൾ ജെമിനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തരുന്നത്. അടുത്തത് ഇവിടെ താഴെ ഒരു ക്യാമറ ഐക്കൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മറ്റും നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് താഴെ കാണുന്ന അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം നമുക്കിവിടെ ചോദിക്കാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും.
അതിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ അത് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ ചോദിക്കാനൊക്കെ പറ്റും. അതിൻ്റെ റീപ്ലൈ അതിനുള്ള ഉത്തരമായിട്ട് അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നതുമാണ്. അതുപോലെ ഇതിൽ വരുന്ന വലിയ ടെക്സ്റ്റ് കണ്ടന്റ് ഒക്കെ നമുക്ക് വായിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ അവിടെ മുകളിലൊരു ഓഡിയോ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് ഇതേപോലെ നമ്മളെ വായിച്ച് കേൾപ്പിച്ച് തരും. Details like size or brand from the image. Ring lights are a type of lighting fixture that consist of a circular bulb or LED panel. They are commonly used in photography, videography, and cosmetology for creating even and diffused lighting. Ring lights can help to reduce shadows and create a flattering appearance on the subject. ഈ ഫീച്ചറുകളൊക്കെ ചാറ്റ് GPT-യിൽ പോലും ഇല്ല. അതുകൊണ്ട് ചാറ്റ് GPT-യെ ഗൂഗിൾ ജെമിനിയെ കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ചാറ്റ് GPT പോലെ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള AI ചാറ്റ് ബോട്ടാണിത്. തുടർന്ന് ഇതിൽ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോം പേജിൽ മുകളിൽ ഇതിൽ സെർച്ച് ചെയ്യുന്ന കുറച്ച് സജഷൻസ് കണ്ടന്റ് ഒക്കെ കാണാം. അതോടൊപ്പം അതിൻ്റെ ഇടയിൽ റീസെൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വന്നാൽ നമ്മൾ ഈ ജെമിനി AI ഒരുപാട് ചോദിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഹിസ്റ്ററി ആയിട്ട് സേവ് ചെയ്തിട്ടുള്ള കാണാം. അതുപോലെ താഴെ ടൈപ്പ് ബാറിൻ്റെ അവിടെ സൈഡിലൊരു ഫുൾ സ്ക്രീനിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജെമിനി AI നമുക്ക് വലിയ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ മുകളിൽ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഭാഗത്ത് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണും. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന ഭാഗത്ത് ജെമിനി സെറ്റിംഗ്സിൽ യുവർ പബ്ലിക് ലിങ്ക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാം. അടുത്ത് ഇവിടെ ലാംഗ്വേജസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് താഴെ ആഡ് ചെയ്യാൻ ലാംഗ്വേജസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇംഗ്ലീഷ് അല്ലാത്ത മറ്റു പല ലാംഗ്വേജുകളും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഗൂഗിൾ ജെമിനി AI നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ സ്ക്രീൻ കണ്ടസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻ കണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിൻ്റെ താഴെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഫ്യൂച്ചർ ഇൻ ജെമിനി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതിൽ വരുന്ന ഭാഗത്ത് യൂസ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ്റെ അവിടെ ഒരു എനേബിൾ ബട്ടൺ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അത് എനേബിൾ ചെയ്യുക. എങ്കിൽ ഈ ഗൂഗിൾ ജെമിനി AI നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഫീച്ചറുകളും ഉപയോഗിക്കാം. അതിൻ്റെ ഇടയിൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ഫ്രം ഗൂഗിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് ജെമിനി ഗൂഗിൾ അസിസ്റ്റൻറ്റ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഏത് അസിസ്റ്റൻ്റ് ആണ് ഉപയോഗിക്കേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യുക. ഞാനിവിടെ ജെമിനിയാണ് സെലക്ട് ചെയ്തത്. കാരണം ഗൂഗിൾ അസിസ്റ്റൻറ്റിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് ഗൂഗിൾ ജെമിനിയിലാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഈ ആപ്ലിക്കേഷന് ബാക്ക് വന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ താഴെ സെൻറ്റർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വരുന്ന ഭാഗത്ത് ഗൂഗിൾ ജെമിനി ഇതേപോലെ പോപ്പായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇതിലെ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടോ ടൈപ്പ് ബാർ ക്ലിക്ക് ചെയ്തിട്ടോ നമുക്ക് ഇതിനുമായിട്ട് ആശയവിനിമയം നടത്താം. അതുപോലെ നമുക്കിവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയോ സെർച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീപ്ലൈ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരമായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ ഗൂഗിൾ ജെമിനി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ മെസ്സേജസ് എന്ന ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഈ ഗൂഗിൾ ജെമിനി ഫീച്ചർ ഗൂഗിൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഈ മെസ്സേജസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ജെമിനി എന്ന് പറയുന്ന ഗൂഗിൾ ജെമിനിയുടെ AI ചാറ്റ് ബോട്ട് വന്നിട്ടുള്ള കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം വരുന്ന ഭാഗത്ത് താഴെ ഐ അഗ്രി എന്ന് പറയുന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഈ ഒരു ഗൂഗിൾ ജെമിനി ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ നമുക്ക് ഗൂഗിൾ ജെമിനി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മുടെ മൊബൈൽ ഫോണിൽ മെസ്സേജസ് ആപ്ലിക്കേഷൻ്റെ ഉള്ളിലും ഗൂഗിൾ ജെമിനി ഉപയോഗിക്കാം. അതുപോലെ ഇതിലിവിടെ ഗൂഗിൾ ജെമിനി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നേരത്തെ ഗൂഗിൾ ജെമിനി ആപ്ലിക്കേഷനിൽ നമ്മൾ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച് കാണിച്ചു തന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ അത് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ ഗൂഗിൾ ജെമിനിയിൽ നമ്മൾ എന്ത് കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാലും എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ റീപ്ലൈ ഉത്തരമായാലും നമുക്ക് പെട്ടെന്ന് തന്നെ തരും. അത്തരത്തിലുള്ള ഒരു അടിപൊളി AI ചാറ്റ് ബോട്ടാണ് ഗൂഗിൾ ജെമിനി AI എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെയാണ് ഗൂഗിൾ ജെമിനി ഉപയോഗിക്കേണ്ടത്. താങ്ക് യു. ബൈ ബൈ.